Hi everyone, welcome to Learn with Basil Neelamra. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗുഡ്വിൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്യാപിറ്റലൈസേഷൻ മെത്തേഡാണ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ രണ്ട് രീതിയിൽ ഗുഡ്വിൽ വാല്യൂ ചെയ്യാം. ഒന്ന് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആൻഡ് സെക്കൻഡ് വൺ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ്. ഇപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കണ്ടെത്തുന്നത് നോക്കാം. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റിൽ ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദി ഫേം മൈനസ് നെറ്റ് അസറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നെറ്റ് അസറ്റ് എന്നുള്ളത്. നെറ്റ് അസറ്റ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ആണ്. വാല്യൂഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞ പാർട്ടില് പലപ്പോഴും നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് ആണ്. അത് വാല്യൂഷൻ ഓഫ് ഷെയർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ഉണ്ട്. പക്ഷെ ഇവിടെ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റില് ഈ മെത്തേഡിൽ നെറ്റ് അസറ്റിന്റെ ഡെഫിനിഷൻ ഇത്തിരി വ്യത്യാസമുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്യണം. നെറ്റ് അസറ്റ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ്. അപ്പൊ ഗുഡ്വിൽ എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദി ഫേം മൈനസ് നെറ്റ് അസറ്റ് ആണ്. അപ്പൊ എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ദി ഫേം? ഈക്വൽ ടു ആവറേജ് ഫ്യൂച്ചർ മെയിൻ്റനബിൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. എന്ത് ഈ ആവറേജ് ഫ്യൂച്ചർ മെയിൻ്റനബിൾ പ്രോഫിറ്റ് ഫസ്റ്റ് പാർട്ടില് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് അതേപോലെ തന്നെ ലോസ് ഇതെല്ലാം ചിലപ്പോ അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവാം, അബ്നോർമൽ ലോസ് ഉണ്ടാവാം. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പാർട്ട് 1 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 1 ക്ലാസ് കാണുക. നെക്സ്റ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഫേം വാല്യൂസ് ഗുഡ്വിൽ അണ്ടർ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്. Its average profit for past 4 years has been determined at rupees 72,000. Net asset and capital employed in the business is rupees 4,80,000 and 500,000 respectively. And its normal rate of return is 12%. For capitalization of average profit, goodwill engane calculate cheyum. For capitalization of average profit, capitalized value of the firm minus net asset ആണ്. അപ്പോൾ ഇതിനെന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ക്യാപിറ്റലൈസ് വാല്യൂ ഓഫ് ദി ഫേം കാൽക്കുലേറ്റ് ചെയ്യണം. ആവറേജ് ഫ്യൂച്ചർ മെയിൻ്റനബിൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പൊ ഫോർമുല പറയുകയാണെങ്കിൽ ഗുഡ്വിൽ ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ഫേം മൈനസ് നെറ്റ് അസറ്റ്. ഈ ക്വസ്റ്റ്യനിൽ നെറ്റ് അസറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. നെറ്റ് അസറ്റ് ഈക്വൽ ടു 4,80,000. അപ്പൊ കാണേണ്ടത് എന്താണ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്നാണ് കാണേണ്ടത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഈക്വൽ ടു ആവറേജ് ഫ്യൂച്ചർ മെയിൻ്റനബിൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പോൾ ഈക്വൽ ടു പാസ്റ്റ് 4 ഇയേഴ്സിന്റെ ഫ്യൂച്ചർ മെയിൻ്റനബിൾ പ്രോഫിറ്റിന്റെ ആവറേജ് തന്നിട്ടുണ്ട് 72,000 divided by normal rate of return തന്നിട്ടുണ്ട് 12%. So 72,000 divided by 12%, 0.12 എന്നുള്ള എടുത്താൽ മതി, ഈക്വൽ ടു 6 lakhs. 12% കഷ്ടപ്പെട്ട് 12/100 ചെയ്യേണ്ട, 12/100 ചെയ്യുക. അപ്പോൾ ഒരു ഡെസിമൽ 0.12 കിട്ടും. അപ്പോൾ 72,000 divided by 0.12, 6 lakhs. So capitalized value 6 lakhs ആണ്. നെറ്റ് അസറ്റ് 4,80,000 ആണ്. അപ്പൊ ഗുഡ്വിൽ ഈക്വൽ ടു 1,20,000. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ആണ്. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ ഈ മെത്തേഡിൽ ഗുഡ്വിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ബി, capitalization of super profit method goodwill equal to super profit divided by normal rate of return ആണ്. അപ്പൊ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ പാർട്ട് 2 ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ് കേട്ടാൽ മതി എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാവും. ഇപ്പോ ആവറേജ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇറ്റ്സ് ആവറേജ് പ്രോഫിറ്റ് ഫോർ 4 years ഹാസ് ബീൻ 72,000.
നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് ക്യാപിറ്റൽ എംപ്ലോയിഡ് മൾട്ടിപ്ലൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. നെറ്റ് അസെറ്റ് ആൻഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ബിസിനസ് ഇസ് 4,80,000 ആൻഡ് 5,00,000 റെസ്പെക്റ്റീവ്ലി. അപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് 5,00,000 into normal rate of return 12%. About 72,000 minus 5 lakh into 12%, 60,000. But 12,000 ആണ് super profit. So goodwill equal to super profit 12,000 divided by normal rate of return 12%. So 12% പെട്ടെന്ന് കിട്ടാൻ 0.12 എന്നുള്ളത് എടുത്താൽ മതി. So 12,000 divided by 0.12. ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാം. കാൽക്കുലേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ഈക്വൽ ടു 100,000 അല്ലെങ്കിൽ 1 lakh ആണ് ഗുഡ്വിൽ. അപ്പൊ ഇതാണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. താങ്ക് യു ഫോർ ലിസണിംഗ് വിത്ത് ലേൺ വിത്ത് ബാസിൽ നീലാംബ്ര. ഓൾ ദ ബെസ്റ്റ്.